NABH 6th എഡിഷൻ അതിൻ്റെ സ്റ്റാൻഡേർഡ്സുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ പേഷ്യൻ്റ് സെൻട്രിക് ആയിട്ടുള്ള ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി അഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള 13 സ്റ്റാൻഡേർഡ്സാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിലെ 5ാമത്തെ സ്റ്റാൻഡേർഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 5ാമത്തെ സ്റ്റാൻഡേർഡിൽ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തത് കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സും ബാക്കി 4ഉം കമ്മിറ്റ്മെൻറ്റ്സുമാണ്. ഇത് മൊത്തം നമ്മൾ തൊട്ട് മുമ്പ് മനസ്സിലാക്കിയ പേഷ്യൻ്റ് കെയർ പ്ലാൻ ഇനിഷ്യൽ അസസ്മെൻറ്റ് കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത്രയേ ഉള്ളൂ. ഈ 5ാമത്തെ സ്റ്റാൻഡേർഡ് പറയുന്നത് നമ്മുടെ സ്ഥാപനം പേഷ്യൻസിൻ്റെ റീ അസസ്മെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. പേഷ്യൻ്റ് കെയർഡ് ഫോർ ബൈ ദ ഓർഗനൈസേഷൻ അണ്ടർഗോ എ റെഗുലർ റീ അസസ്മെൻറ്റ്. അതാണ് 5th സ്റ്റാൻഡേർഡ് ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ സ്ഥാപനത്തിൽ ഇനിഷ്യലായിട്ട് ചെയ്ത ഒരു അസസ്മെൻറ്റിന് പുറകെ ഏറ്റവും മിനിമം 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ ഒരു തവണ ആ ട്രീറ്റിംഗ് ഡോക്ടർ റീ അസസ്മെൻറ്റ് നടത്തണം. അങ്ങനെ റീ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ആവശ്യമെങ്കിൽ കെയർ പ്ലാനിൽ ചേഞ്ച് വരുത്തണം, പ്രോഗ്രസ്സുകൾ അവിടെ എഴുതണം, ട്രീറ്റ്മെൻറ്റ് ചേഞ്ചസ് അവിടെ എഴുതണം. ഇനി ട്രീറ്റിംഗ് ഡോക്ടർക്ക് അതിൽ അസൗകര്യമുണ്ടെങ്കിൽ ഒരു ടീം മെമ്പർ ആ ട്രീറ്റിംഗ് ടീമിലെ ഒരു ഡോക്ടർക്ക് ആ ജോബ് ചെയ്യാം. ഇതിൻ്റെ ഫ്രീക്വൻസി ആ പേഷ്യൻറ്റിൻ്റെ ക്രിട്ടിക്കൽ കെയർ ആണോ അല്ലയോ, ഒരു സാധാരണ ICUയിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് മോർ ഫ്രീക്വൻ്റ് ആയിട്ട് റീ അസസ്മെൻറ്റ് നടത്തേണ്ടതുണ്ട് ദാൻ എ വാർഡ് പേഷ്യൻറ്റ്. ഒരു ICU പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഫ്രീക്വൻറ്റ് റീ അസസ്മെൻറ്റ് തന്നെ ചിലപ്പോൾ ഒരു വാർഡ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടി വന്നേക്കാം, വാർഡിൽ കിടക്കുന്ന പേഷ്യൻ്റെ കണ്ടീഷൻ വേഴ്സ് ആയാൽ. അപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ വാർഡ് അല്ല, ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷനാണ്. നമ്മൾ ആ കണ്ടീഷൻ മോശമാകുമ്പോഴാണ് ICU പോലുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നത്. അതുകൊണ്ടാണ് ICU എന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും റീ അസസ്മെൻറ്റിന് ഔട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ അവർ എപ്പോഴൊക്കെ ആണ് അടുത്ത വിസിറ്റ് വരേണ്ടത്, എത്ര ദിവസം കഴിഞ്ഞ് വരണം, എത്ര ദിവസങ്ങളുടെ ഗ്യാപ്പിൽ വരണം. അങ്ങനെ OPയിൽ 24 മണിക്കൂർ പറ്റത്തില്ല. ഇൻപേഷ്യൻറ്റിനെ കുറിച്ചാണ് അത് പറഞ്ഞത്. OPയിലെ റീ അസസ്മെൻറ്റ് റീവിസിറ്റ് ആയിട്ടാണ് നെക്സ്റ്റ് റീവിസിറ്റ് അഡ്വൈസ് ചെയ്യുന്നത്. ആ റീ അസസ്മെൻറ്റിന് ഏറ്റവും ഉതകിയ സമയമാണ് പേഷ്യൻറ്റിനോട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റീ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫ് ഇൻവോൾവ്മെൻറ്റ് പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ആ പേഷ്യൻ്റെ കണ്ടീഷൻസ് ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റീ അസസ്മെൻറ്റ് ചെയ്യണം. നമുക്ക് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ അസസ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യാം. അപ്പം AAC 5 എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയിട്ട് റീ അസസ്മെൻറ്റ് ചെയ്യേണ്ടത് 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിലായിട്ട് ആണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം.